ഫോർ മീ എവറി ഡേ ഈസ് അംബേദ്കർ, ഇറ്റ്സ് എൻ അംബേദ്കർ ഡേ. കാരണം എല്ലാ ദിവസവും നമ്മൾ അംബേദ്കർ പറഞ്ഞു വെച്ച മൂല്യങ്ങളോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റിയെങ്കിൽ നമ്മളെല്ലാവരും ബെറ്റർ സിറ്റിസൺസും നമ്മുടെ നേഷൻ ഒരു ബെറ്റർ നേഷനും ആയി മാറിയത്. ഞാൻ 5 കാര്യങ്ങളാണ് അംബേദ്കറിനെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തീം അംബേദ്കറിൻ്റെ വിഷനും സോഷ്യൽ ജസ്റ്റിസും ഹ്യൂമൻ റൈറ്റ്സിനെയും അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്നുമാണ്. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ ഗാന്ധിയുടെ വിഷൻ, അല്ലെങ്കിൽ നമ്മൾ മാർക്സിൻ്റെ വിഷൻ, അല്ലെങ്കിൽ ഇന്ന ഫിലോസഫറുടെ വിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് വരാറുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ വിഷൻ, ഫുൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ അത് പാസ്റ്റിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇവയെ കാണേണ്ടത്. ഫോർ മീ അംബേദ്കർ ഇസ് ഫോർ അവർ എവറി ഡേ ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ് നമ്മൾ അംബേദ്കറിനെ പ്രാവർത്തികമാക്കേണ്ടതും അംബേദ്കറിനെ അഭിമുഖീകരിക്കേണ്ടതും. ഫോർ മീ അംബേദ്കറിനെ വായിക്കുമ്പോൾ, ഞാൻ അംബേദ്കറിനെ വായിച്ച് അംബേദ്കറൈറ്റ് ആയ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഒരാൾ വായനയിലൂടെ, നോളജിലൂടെയാണ് അംബേദ്കറൈറ്റ് ആകുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് എവറി ദളിത് ഇസ് എൻ അംബേദ്കറൈറ്റ് എന്നുള്ളത്. എവറി ദളിത് ഇസ് നോട്ട് എൻ അംബേദ്കറൈറ്റ്. അതുപോലെ അംബേദ്കറൈറ്റ് ആയിട്ടുള്ള ഒരുപാട് നോൺ ദളിത്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താ, അംബേദ്കറിനെ വായിച്ച് ഇപ്പോൾ ഗാന്ധിയനാകാൻ നിങ്ങൾക്ക് ബനിയ കമ്മ്യൂണിറ്റി ജനിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നോബഡി സേസ് ദാറ്റ്. ബട്ട് വൈ ഡു യു സേ ദാറ്റ് അബൌട്ട് അംബേദ്കർ? നിങ്ങൾക്ക് അംബേദ്കറിനെ വായിച്ച് അംബേദ്കറിൻ്റെ ഇക്വാലിറ്റിയിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ യു ആർ എൻ അംബേദ്കറൈറ്റ്. ബൈ ഡീഫോൾട്ട് നിങ്ങളൊരു അംബേദ്കറൈറ്റായി മാറും. ചിലപ്പോൾ നമ്മൾ റിയലൈസ് പോലും ചെയ്യാറില്ല നമ്മൾ അംബേദ്കറൈറ്റ് ആണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ ജെൻഡർ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബൈ ഡീഫോൾട്ട് ഫെമിനിസ്റ്റാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, കാസ്റ്റിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ, കാസ്റ്റ് ഒരു ഒപ്രസീവ് മെക്കാനിസം ആണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ ബൈ ഡീഫോൾട്ട് നിങ്ങൾ അംബേദ്കറൈറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആ ടാഗ് യൂസ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ അംബേദ്കറൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ആൻഡ് ഫോർ മീ, ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ, ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ മോഹൻലാലിൻ്റെ വീഡിയോസ് ഇങ്ങനെ വളരെ ഒച്ചയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മളത് കേട്ട് ആസ്വദിച്ചപ്പോഴത്തേക്കും നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ മോഹൻലാലിൻ്റെ വലിയ ഫാനാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ചേച്ചിക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് ഞാനിവിടെ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു, അംബേദ്കർ ജയന്തി സെലിബ്രേഷനാണ്. എന്താണല്ലേ അംബേദ്കർ? പുള്ളി പറയുന്ന അംബേദ്കർ, ഇന്നാണല്ലേ അയ്യങ്കാളി ജയന്തി. ഞാൻ തിരുത്തി പറയുകയാണ്, അയ്യങ്കാളി ജയന്തി അല്ല, അംബേദ്കർ ജയന്തിയാണ്. അംബേദ്കർ. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ മനു എസ് പിള്ളയുടെ ബുക്കുണ്ട്, ഏറ്റവും മോഡേൺ ഗാഡ്ജറ്റ്സ് ഉണ്ട്, വെരി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. ബട്ട് ഡസൻ നോ വെൻ അംബേദ്കേഴ്സ് ബർത്ത്ഡേ ഈസ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ കൃത്യമായിട്ട് അറിയാം. എനിക്ക് ലാലേട്ടൻ്റെ ബർത്ത്ഡേ അറിയാവുന്നതിൽ പ്രശ്നമൊന്നുമില്ല, യു ക്യാൻ സെലിബ്രേറ്റ് ഇറ്റ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ ഇത്രയും വർഷവും എൻ്റർടൈൻ ചെയ്ത ഒരാളാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കാണുന്നതാണ്. നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങളും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചതും കരയിപ്പിച്ചതൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ എത്രയോ മില്യൺ ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് പദവി തന്നെ, അല്ലെങ്കിൽ മറ്റ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ മനുഷ്യരാക്കിയ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന എല്ലാ മറ്റു മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റുന്ന, മറ്റു മനുഷ്യരോട് സാഹോദര്യത്തോട് പെരുമാറാൻ പറ്റുന്ന ഒരു എൻറ്റൈറ്റിനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ മനുഷ്യരാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി ഹ്യൂമൻ. കാരണം എന്താ, നമ്മുടെ പലപ്പോഴും നമ്മുടെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്സിനെതിരെ നമ്മൾ കൾച്ചർ കൊണ്ട് പടപൊരുതുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ ഫുൾ ഹ്യൂമൻ സ്റ്റാറ്റസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഏത് ഭാഷ, വെർനാക്കുലർ ആയിട്ടുള്ള ഒരു ഭാഷ എടുത്താലും, ഇംഗ്ലീഷിലെടുത്ത ഒരു ഭാഷ എടുത്താലും നമ്മൾ ഭാഷാപ്രയോഗത്തിൽ തന്നെ പറയുന്നത് മാനുഷികമായിട്ട് ചിന്തിക്കൂ എന്ന് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ മാനുഷികപരമായിട്ട് പോലും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ ടു ബി ഹ്യൂമൻ ഈസ് ടു ബി കൈൻഡ്, ടു ബി ഹ്യൂമൻ ഈസ് ടു റെക്കഗ്നൈസ് അതർ പീപ്പിൾ ആസ് ഈക്വൽ. എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കണ്ടാൽ മാത്രമേ ആക്ച്വലി നിങ്ങൾക്കൊരു ഫുൾ ഹ്യൂമൻ സ്റ്റാറ്റസ് കിട്ടുള്ളൂ. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫറാണ് പോളോ ഫ്രെയർ എന്ന് പറയുന്നത്. ടീച്ചിങ്ങുമായിട്ട് ചേർന്നിരിക്കുന്ന ഏത് ഫീൽഡിലുള്ള ഒരാളും വായിക്കേണ്ട വർക്കാണ് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ചെറിയ വർക്കാണ്,
അപ്പോൾ ഈ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും എലീറ്റായിട്ടുള്ള ഉപരിവർഗത്തിലുള്ള ആൾക്കാരെ പലപ്പോഴും നമ്മൾ പറയും, ഓ അവർ ഭയങ്കര എലീറ്റായിട്ടുള്ള ആൾക്ക്. നമ്മൾ താഴെ തട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയും, അയ്യോ അവർ മനുഷ്യരെ പോലും അല്ല, അവർ ഭയങ്കര ഡീഹ്യൂമണൈസ്ഡ് ആണ്, അവരൊരു മാനുഷിക തലത്തിൽ പോലും അല്ല ജീവിക്കുന്നത്, അത്രയും പരിതാപകരമാണ്, അത്രയും വേഴ്സ് ഓഫ് കണ്ടീഷൻസിലാണ് അവർ ജീവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോളോ ഫ്രയർ പറയുന്നത് ഇങ്ങനെയല്ല പറയേണ്ടത്, അവരാണ് ആക്ച്വലി മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പാടിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ നെറ്റ്വർക്ക്സ് ഓഫ് കമ്പാഷൻ ഉണ്ടാക്കിയാൽ കാരണം ഏറ്റവും കുറവ് വേതനം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്ന, ഏറ്റവും കൂടുതൽ ഒപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യർ അവർ അതിജീവിച്ച് ഇന്ന് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സാഹോദര്യവും അവരുടെ നിരന്തര പോരാട്ടവും വഴി അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് ആക്ച്വലി മനുഷ്യർ. നിങ്ങൾ ഉപരിതലത്തിലുള്ള ആൾക്കാരെ നോക്കിയാൽ അവർ മെഷീനുകളെ പോലെയാണ്. അവരെല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, ഇന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, മോണോപ്പൊളൈസ് ചെയ്യുന്നു, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നിരന്തരമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ കമ്പാഷൻ ഇല്ല എന്നാണ്. നിരന്തരമായിട്ട് ബാക്കിയുള്ളവരെ ഒപ്രസ് ചെയ്യാൻ, ആ ഒപ്രസീവ് ഫിലോസഫി നിങ്ങളുടെ ഓൺ വാല്യൂസ്, നിങ്ങളുടെ മൂല്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ലാത്ത ആൾക്കാരാണ്. സോ മനുഷ്യർ എന്ന് വിളിക്കേണ്ടത് ഈ കമ്പാഷനുള്ള, പണിയെടുക്കുന്ന, സഹജീവികളോട് സഹവർത്തിക്കുന്ന ആൾക്കാരെയാണ് മനുഷ്യരെന്ന് വിളിക്കേണ്ടത്. ബാക്കിയുള്ളവരെ മെഷീനുകൾ എന്നാണ് വിളിക്കേണ്ടത്. അവർക്ക് മനുഷ്യരുടെ ശരീരമൊക്കെ കാണും, പക്ഷേ ഒരു മെക്കാനിക്കലായിട്ടുള്ള മെഷീനുകൾ പോലുള്ള ആൾക്കാരാണ് അവരെന്ന്. ഈ ഐഡിയയെ വെച്ചിട്ട് നമ്മൾ അംബേദ്കറേറ്റ് ഫിലോസഫി എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ജാതി എന്നുണ്ടായിരുന്ന അതിനെ വാർ മെഷീൻ എന്നാണ് ഗോപാൽ ഗുരു വിളിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു അനലോജിയാണ്. പലപ്പോഴും മനുഷ്യർക്കെതിരെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്കെതിരെയുള്ളൊരു വാറായിട്ടാണ് നമ്മൾ കാസ്റ്റ് ഒപ്രഷനെ കാണേണ്ടത്. കാരണം മനുഷ്യരെ മനുഷ്യരല്ലാതാക്കി മാറ്റുന്നത് നമ്മുടെ സഹജഭാവമല്ല. ഒരാളെ ഒപ്രസ് ചെയ്യണമെന്ന്, ഒരാൾ ഇവിടെ മറിഞ്ഞു വീഴുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ നാച്ചുറലി നമ്മുടെ റിയാക്ഷൻ എന്താ? അയാളെ പോയി പിടിക്കാനാണല്ലേ. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളോട് പല ആൾക്കാർ പറഞ്ഞെന്ന കാര്യമുണ്ട്, വെച്ചാൽ അയാളെ ഹെൽപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പോലീസ് കേസ് വരും. ദിസ് ഡസ് നോട്ട് കം നാച്ചുറലി ടു യു. ഇതാരാണ്? ഇത് ടോട്ടാണ്. അതായത് നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മൾ സഹായിക്കരുത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സഹായിക്കരുത് എന്നുള്ള അല്ലെങ്കിൽ ഈ ഒപ്രസീവ് ടെൻഡൻസീസിന് കൾച്ചറലി ബിൽറ്റാണെന്നാണ് ഗോപാൽ ഗുരു പറയുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കൾച്ചറിനെതിരെ നമ്മൾ പടപൊരുതണം. പക്ഷേ ഇതൊരു വാർ മെഷീൻ പോലെ നമുക്കെതിരെ നിൽക്കുന്ന ഒരു കാസ്റ്റ് സിസ്റ്റം 3000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ തോപ്പിക്കാൻ പക്ഷെ തിരിച്ച് വാർ ചെയ്തിട്ടല്ല, തിരിച്ച് നമ്മൾ ഫിസിക്കലി വയലൻറ്റോ അഗ്രസീവോ ആയിട്ടോ അല്ല ഈ വാർ മെഷീനെ തോപ്പിക്കുന്നത്. എല്ലാ വാർസും എങ്ങനെയാണ് ജയിക്കുന്നത്? സൈക്കോളജിക്കലിയാണ് വാർസ് ജയിക്കുന്നത്. അപ്പം നിഗേഷൻ ഓഫ് നിഗേഷൻ എന്നുള്ള ഒരു ഐഡിയ അംബേദ്കറൈറ്റ് തോട്ടിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പല വർക്കിലായിട്ട്, ആരാണ് അസ്പൃശ്യർ എന്നുള്ള വർക്കിൽ, ആരാണ് ശൂദ്രർ എന്നുള്ള വർക്കിൽ, അദ്ദേഹത്തിൻ്റെ ഫെഡറൽ പാർട്ടി ഇനോഗ്രേറ്റ് ചെയ്യുന്ന സ്പീച്ചിൽ, ഓൾ ഇന്ത്യ മഹർ കൺവെൻഷനിലൊക്കെ ഇദ്ദേഹം വീണ്ടും എടുത്തു പറയുന്ന ഒരാശയമാണ് നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറയുന്നത്. അതായത് നെഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അസ്തിത്വം ഇല്ല എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് മനുഷ്യൻ എന്ന പദവി കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്നിറ്റി കൊടുക്കാതിരിക്കുന്നതിനെയാണ് ആദ്യത്തെ നെഗേഷൻ. ഇതാണ് കാസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വയലൻസ്. ഒരു മനുഷ്യന് മനുഷ്യ പദവി കൊടുക്കുന്നില്ല, 1. 2, അദ്ദേഹത്തിന് ബാക്കിയുള്ളവരുമായിട്ടുള്ള തുല്യമായിട്ടുള്ള പദവി കൊടുക്കുന്നില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ കാസ്റ്റ് അണിനിരക്കും. 1, ആചാരപരത അണിനിരത്തും. 2, ഒരു മൈത്തോളജി അതിനു വേണ്ടി ഉണ്ടാക്കും, ഇന്ന കാര്യങ്ങളാണ്. 3, ഒരു മോഡേൺ ടൈംസിലാണെങ്കിൽ ആക്സസ് ടു പബ്ലിക് സ്പേസസ്, ആക്സസ് ടു എഡ്യൂക്കേഷൻ, ആക്സസ് ടു പവർ, ഇങ്ങനെയുള്ള ആക്സസ്സുകളെ നിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഈ നിഗേഷൻ പല രീതിയിലാണ്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണരുത്, അല്ലെങ്കിൽ തുല്യരായിട്ട്
കാണരുത്. എന്നാൽ നമ്മൾ അതിന് പല പല ചെല്ലപ്പേരുകൾ കൊടുക്കും. നമ്മൾ ചിലപ്പോൾ പറയും ആ മനുഷ്യരുടെ കൾച്ചർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമുക്ക് അവരോട് കൂട്ടുകൂടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുമായിട്ട് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്ത് പറയും, അവർ വേറെ രീതിയിലുള്ള മനുഷ്യരാണ്. ഇങ്ങനെ പല 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 എന്താണ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റീസൺസ് ഈ നിഗേഷന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അണിനിരത്തി വെക്കും. ദാറ്റ്സ് ദ ഫസ്റ്റ് നിഗേഷൻ. അംബേദ്കർ പറയുന്നത് ഈ നെഗേഷനെ, അതായത് മനുഷ്യൻ്റെ അസ്തിത്വത്തിനെ നിഗേറ്റ് ചെയ്യുന്ന നിഗേഷനെ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് നിഗേറ്റ് ചെയ്യണം. അതായത് 2 നെഗറ്റീവ്സ് മേക്ക് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ, നിങ്ങൾ എൻ്റെ അസ്തിത്വത്തെ എത്ര എതിർത്താലും ഞാൻ ഉണ്ട് എന്ന് ഞാൻ തെളിയിക്കുന്നത് നിങ്ങൾ എനിക്കെതിരെ പറയുന്ന നെഗേഷനെ ഞാൻ വെട്ടിക്കളയും. എനിക്കെതിരെ വന്നിട്ടുള്ള നെഗേഷനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്ന വഴി ഞാൻ എൻ്റെ സെൽഫ്ഹുഡിനെ, ഞാൻ എൻ്റെ അസ്തിത്വത്തിനെ ഞാൻ ഒന്നും കൂടെ അഫേം ചെയ്യുന്നു. ഇതാണ് അംബേദ്കർ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാകും. അംബേദ്കറുടെ ലൈഫ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഞാൻ ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ ഇതിനാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ബുക്ക് അംബേദ്കറിൻ്റെ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ലില്ല, ഞാൻ എവിടേക്കോ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ജയ് ഭീം സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത്രയെങ്കിലായി. ഫോർ ഇൻസ്റ്റൻസ് എനിക്കിത് അത്ഭുതമാണ്. അദ്ദേഹം ഒരു കാസ്റ്റിസ്റ്റ് ആയതുകൊണ്ടല്ല അംബേദ്കറിനെ കുറിച്ച് കേൾക്കാത്തത്. നിങ്ങളൊരു ഗാന്ധിയൻ, ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ഗാന്ധിയൻസ് ഉണ്ടാവും? നിങ്ങൾ ഗാന്ധിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ, നെഹ്റുവിയനാണെങ്കിലും അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അംബേദ്കറിനെ കുറിച്ച് കേൾക്കുന്നില്ല. കാരണം നമ്മുടെ സ്കൂൾ ഞാനിത് എല്ലാ സ്ഥലങ്ങളിലും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന അംബേദ്കറിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിലും സ്പീച്ചസ് ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് പറയേണ്ടി വരാത്ത ഒരവസ്ഥയിൽ എത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. ദാറ്റ് അംബേദ്കറിനെ നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ സിറ്റിസൻസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഗാന്ധി എന്നുള്ളതൊരു എവ്രി ഡേ വേർഡ് ആകുമ്പോൾ, ഒരു കോമൺ പ്ലേസ് വേർഡ് ആകുമ്പോൾ, ഇതുപോലെ തന്നെ ഒരു കോമൺ പ്ലേസ് കാര്യമായി അംബേദ്കർ മാറേണ്ട ആവശ്യമുണ്ട്. അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ്, ജാതി ഉന്മൂലനം എന്ന് പറഞ്ഞ് 60-62 പേജുള്ള ഒരു വളരെ ചെറിയ ബുക്കാണ്. ഈ ഒരു ചെറിയ ബുക്ക് അൺഫോർച്ചുനേറ്റ്ലി അംബേദ്കറൈറ്റ് ആയിട്ടുള്ള ദളിതായിട്ടുള്ള മനുഷ്യരുടെ വീടുകളിൽ പോലും ഇല്ല. വായിക്കുന്നത് പോട്ടെ, ഇതിൻ്റെ ഒരു കോപ്പി പലപ്പോഴും മേടിച്ച് വെക്കാതെ എനിക്ക് അത്ഭുതം വരാറുണ്ട്. കാരണം ഫോർ മീ, ഇഫ് യു ടീച്ച് അംബേദ്കർ, അത് ദളിത് കുട്ടികൾക്ക് മാത്രം പഠിക്കേണ്ട കാര്യമല്ല. അംബേദ്കറുടെ ലൈഫ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ, വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറഞ്ഞിട്ട് അംബേദ്കറിൻ്റെ പകുതിയോളം ജീവിതത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. അപ്പോൾ ഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയിൽ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴാണ് റേസിസത്തിൻ്റെ എതിരെയുള്ളൊരു ബോധം ഗാന്ധിയിൽ വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കതറിയാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷെ അംബേദ്കറിനെ ഇന്ത്യക്കകത്ത്, അത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന കാര്യമാണ്, ഇന്ത്യക്കകത്ത് അംബേദ്കറിനെയും അംബേദ്കറിൻ്റെ ചേട്ടനെയും അംബേദ്കറിൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് കുറേ മൈലുകൾക്കപ്പുറം ഒരു സിറ്റിയിലാണ്, സത്താരയ്ക്കടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇവരെ രണ്ടുപേരെയും ഒരു കാളവണ്ടിക്കാരൻ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്, പൈസ കൊടുത്താണ് കൊണ്ടുപോകുന്നത്. പക്ഷെ വഴിമധ്യേ ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുകയാണ് ഇവർ മഹർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഈ വഴിയിൽ വെച്ച് ഇറക്കി വിടുകയാണ്. അപ്പോൾ അംബേദ്കർ അംബേദ്കറിൻ്റെ തന്നെ റൈറ്റിങ്സിൽ പറയുന്ന ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് 2 കുഞ്ഞു കുട്ടികളെ, ഒരു കാളവണ്ടിക്കാരൻ അതുവരെ യാതൊരു വിധത്തിലുള്ള അവരോട് ദേഷ്യവും ഇല്ല, ഇവർ പൈസ കൊടുത്താണ് പോകുന്നത്, എന്നിട്ടും ഈ 2 കുഞ്ഞുങ്ങളെ, 12 വയസ്സും 10 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ വഴി ഇറക്കി വിടുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് എൻ്റെ ഐഡൻറ്റിറ്റി ബേസ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റഡ് ആകുന്നു. വേറെ അവർ ഒച്ച വെച്ചോ ബഹളം വെച്ചോ അല്ലെങ്കിൽ ആ കാളവണ്ടിയിൽ പ്രശ്നം ഉണ്ടാക്കിയോ ഇത് കാരണം ഒന്നുമല്ല. ഈ വെയിറ്റിംഗ് ഫോർ വിസയിൽ തന്നെയാണ് ഞാൻ ആ ഒരു സ്കൂളിൻ്റെ പരിസരത്ത് പോയി അംബേദ്കറുടെ സ്കൂൾ ജീവിതത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, സ്കൂളിനകത്ത് കയറ്റില്ല, ബെഞ്ചിലിരുത്തി പഠിപ്പിക്കില്ല. അപ്പോൾ സ്കൂളിൻ്റെ വരാന്ത സ്ഥലത്ത്, അത് നമ്മുടെ കേരളത്തിലെ പോലെയല്ല, കൊടും ചൂടും കൊടും തണുപ്പും വരുന്ന സ്ഥലങ്ങളാണിത്. നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയാൽ അവിടുത്തെ സമ്മേഴ്സ് അറിയാം, അൺഫോർഗിവിങ് ആയിട്ടുള്ള സമ്മേഴ്സാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ വരാന്തയ്ക്കപ്പുറത്ത് ഇരുത്തി പഠിപ്പിക്കുകയാണ്. ഇത് വെയിറ്റിംഗ് ഫോർ വിസയിലുണ്ട്. ഔറംഗാബാദിൽ ഞാൻ അജന്ത എല്ലോറ കേവ്സ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ യാദൃശ്ചികമായിട്ടാണ് അംബേദ്കർ ജയന്തി കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്.
പക്ഷേ ഇവിടുത്തെ പോലുള്ള സെലിബ്രേഷൻസ് അല്ല, 1 വീക്ക് ലോങ് മെഗാ ഫെസ്റ്റിവലായിട്ടാണ് അവിടെ അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആൾക്കാരും ജാതി മതഭേദമന്യുള്ള എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത ആഘോഷമായിട്ടുണ്ട്. ഓരോ ചൗക്കിലും ഈ ആഘോഷം നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മളൊരു മഹാരാഷ്ട്രീയനോട് ചോദിച്ചാൽ ഭൂലെയും അംബേദ്കറും ഒക്കെ ദളിത് ലീഡേഴ്സാണെന്ന് പറയില്ല. അവരൊക്കെ മഹാരാഷ്ട്രീയൻ ലീഡേഴ്സാണ്. അവർ മറാഠ പ്രൈഡിൻ്റെ ഭാഗമായിട്ടാണ് അവർ അംബേദ്കറിനെയും ഭൂലെയൊക്കെ കാണുന്നത്. നമ്മൾ അയ്യങ്കാളിയെ അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട വലിയ ആവശ്യമുണ്ടെന്നും കൂടെ ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പോയപ്പം അവിടെ ഞങ്ങളുടെ ഡ്രൈവർ ഒരു അംബേദ്കറൈറ്റ് ആയിരുന്നു. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഇത് അംബേദ്കർ സ്ഥാപിച്ച മിലിന്ദ് കോളേജാണ്, ഈ സ്ഥലം അംബേദ്കർ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തതാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ സാധാരണ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചതാണ്, ചേട്ടൻ അംബേദ്കറൈറ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തോടെ, പുള്ളി ഒരു മുസ്ലിം വ്യക്തി കൂടെയാണ്, എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെ ഞാൻ അംബേദ്കറൈറ്റ് ആണ് എന്നോട് ഇങ്ങനെ പറയുകയും ആ സംസാരത്തിൽ പുള്ളി എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, മാഡത്തിന് അറിയാവുന്ന അങ്ങനെയാണ്, ഹിന്ദിയിലാണ് പുള്ളി പറയുന്നത്. ഈ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അംബേദ്കറിനെ ഈ സ്കൂളിൻ്റെ വരാന്തയിലിരുത്തി അവിടെ ബെഞ്ചും ഡെസ്കും ഒന്നുമില്ല, ചാക്ക് വിരിച്ചിട്ട് ആ ചാക്കിൻ്റെ പുറത്തിരുന്നാണ് അംബേദ്കർ ചെയ്യണം. ആലോചിക്കണം, ആ ചാക്കിൻ്റെ പുറത്തിരുന്ന് പഠിച്ച ആ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് ആകുന്നത്. കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പോയിട്ട് 2 PhD എടുക്കുന്നത്. ഇന്ന് ഞാനിത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, വാട്ട് എ വണ്ടർഫുൾ റോൾ മോഡൽ അല്ലേ. നമ്മൾ എന്തൊക്കെ എക്സ്ക്യൂസ് പറയും പഠിക്കാതിരിക്കാൻ വേണ്ടി, ഇന്നത്തെ സ്റ്റുഡൻസ് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് പറയും. എന്നാൽ സ്കൂളിൻ്റെ വരാന്തയ്ക്കപ്പുറം ചാക്കിലിരുന്ന് പഠിച്ച ഒരാൾ ആ കാലത്ത് 2 PhD എടുക്കുക എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടെ നേരത്തെ വിനോദ് സാറ് പറഞ്ഞതുപോലെ ചീഫ് ആർക്കിടെക്റ്റായി മാറുക വരെ ചെയ്യുകയാണ്. ഇത് ഓൾറെഡി അറിയാവുന്ന അതെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഈ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞ്, മാമിന് ഈ കഥ അറിയാമായിരിക്കും, ചാക്കിലിരുത്തിയാണ് പഠിപ്പിച്ചതെന്ന്. പക്ഷെ ഇപ്പോൾ ഒരു മറാഠി ആള് കണ്ടുപിടിക്കുന്നുണ്ട്, ഈ ചാക്കിൽ എല്ലാ ദിവസവും അവിടുത്തെ പിയൂൺ വന്ന് വെള്ളം ഒഴിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവരുടെ അന്ന് അൺടച്ചബിലിറ്റി അതിൻ്റെ ഏറ്റവും മൂർത്തിമത്ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇവരുടെ നിതംബം പതിഞ്ഞ് ഇവിടെ പൊല്യൂഷൻ ആ സ്കൂളിൽ വരാതിരിക്കാൻ ഈ വെള്ളം എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഈ ചാക്ക് നനച്ചിടും. ആ നനഞ്ഞ ചാക്കിൻ്റെ പുറത്തിരുന്നാണ് 4-5 മണിക്കൂർ അംബേദ്കർ അവിടെ നിന്ന് പഠിക്കുന്നത്. നിങ്ങളുടെ ഈ സീറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമോ അവിടെ? എത്ര നേരം ഇരിക്കും? And this was how the father of the Indian Constitution was treated. And I am not talking about 100-200 years ago. I am talking about 80 years ago, 90 years ago. അതുകൊണ്ട് for us there is no excuse. And not just for Dalit people. ഇപ്പോൾ അംബേദ്കർ ഫോർ എവറി ഡേ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഞാൻ അംബേദ്കറിൻ്റെ എൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പേഴ്സിസ്റ്റൻസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അംബേദ്കർ എന്ന് പറയുന്നത്. കാരണം ഒരു ടാസ്ക് അംബേദ്കറിന് കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അംബേദ്കർ തിരിച്ചിറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ അംബേദ്കർ എങ്ങനെയാണ് ഓരോ വാദങ്ങളും മുമ്പോട്ട് വരുമ്പോൾ, പർട്ടിക്കുലർലി കാസ്റ്റിസ്റ്റ് വാദങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ വളരെ നിശിതമായിട്ട് എപ്പിസ്റ്റമിക് ആയിട്ട് തന്നെ അതിനെ റിപ്പപ്പാട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപാര ക്ഷമ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു ടോളറൻസ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ മാത്രം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ആ സമയം ഒരു വർഷം കൊണ്ടൊന്നും പാസ്സാകില്ല. കാരണം ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു നാടാണെന്ന് ആലോചിക്കണം. ഒരാളിങ്ങനെ വേണമെന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയും, ഇല്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് മറ്റു രീതിയിൽ വേണമെന്ന്. അപ്പം വേറൊരാൾ എണീറ്റിട്ട് പറയും, ഇല്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ റൂൾസ് അങ്ങനെയല്ല, ഇനിയും മറ്റൊരു രീതിയിൽ വേണമെന്ന്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ് റിക്വയർഡ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് സ്കില്ല് വേണം, ലാംഗ്വേജ് വേണം. പക്ഷേ ഈ ഒരു പെർസിസ്റ്റൻസ് നമുക്ക് അംബേദ്കറിൽ കാണാൻ പറ്റും. എക്സ്ക്യൂസസ്, യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസസ് അംബേദ്കറുടെ ലൈഫിൽ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇദ്ദേഹം പൂന കോളേജിൽ പഠിപ്പിക്കാൻ വരികയാണ്. അതിനകത്ത്
അംബേദ്കറിൻ്റെ വെയിറ്റിംഗ് ഫോർ വിസയ്ക്കകത്ത് തന്നെ അംബേദ്കർ പറയുന്ന മറ്റൊരു അധ്യായത്തിൽ നോ പിയൂൺ നോ വാട്ടർ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതായത് അദ്ദേഹം അവിടെ ലെക്ചററായിട്ടിരിക്കുകയാണ്. എനിക്കിവിടെ 1 മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പോൾ തന്നെ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും തോന്നും. അന്നൊക്കെ 4-5 അവർ ക്ലാസ്സസ്സാണ്. കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള അധ്യാപകർക്കറിയാം. ഈ 4-5 അവർ ക്ലാസ് എടുക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ അന്ന് നമ്മൾ ഇന്ന് OBC എന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗത്തിലെ പിയൂൺ വന്ന് വെള്ളം എടുത്ത് കൊടുത്താലേ വെള്ളം കിട്ടുള്ളൂ. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന പൊതു കൂജയിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ കൂജയിൽ നിന്ന് അംബേദ്കറിന് കുടിക്കാൻ പറ്റില്ല. കാരണം അംബേദ്കർ അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അങ്ങനെ സഹികെട്ട് അംബേദ്കർ പോയിട്ട് ആ കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്ന ഒരു സീൻ നമുക്ക് ജബ്ബാർ പട്ടേലിൻ്റെ അംബേദ്കർ സിനിമയിൽ കാണാൻ പറ്റും. പക്ഷേ അംബേദ്കറിൻ്റെ റൈറ്റിങ്സിൽ അംബേദ്കറിനോട് അവരങ്ങനെ എടുത്ത് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നാളെ തൊട്ട് നിങ്ങൾ വെള്ളം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അംബേദ്കർ അത് ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടുകയാണ്, വെള്ളം കൊണ്ടുവന്നോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഒരാൾക്ക് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാത്ത രീതിയിലുള്ള അപമാനം. ബട്ട് അംബേദ്കർ ഡിൻ ലെറ്റ് ഗോ ഓഫ് എഡ്യൂക്കേഷൻ. എന്നാൽ ഞാൻ ഈ ലെക്ചർ ചെയ്യുന്നില്ല. ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഒരു ടീച്ചിങ് പദവി ഇവിടെ തരുന്നില്ലെന്ന് പറഞ്ഞ് അംബേദ്കർ ഡിൻ ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. പിന്നെയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ തിരിച്ചുപോയി ഒരു ബിരുദവും കൂടെ എടുക്കുന്ന അംബേദ്കറിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് എഡ്യൂക്കേഷനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുകയും ആ ടൂള് തൻ്റെ പെർസിസ്റ്റൻസുമായിട്ട് ചേർക്കുമ്പോൾ അതൊരു പേഴ്സണൽ അച്ചീവ്മെൻറ്റിൻ്റെ അല്ല, സോഷ്യൽ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു പാതയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അംബേദ്കറെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അഡ്വൈസ് ചെയ്യുന്നത് എന്താ? മോനെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ബാക്കി എല്ലാവരെക്കാളും കേമനാകാം അല്ലെങ്കിൽ കേമിയാകാം എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളപ്പോൾ എന്താ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൽ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ റോട്ടനായിട്ടുള്ള സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എങ്ങനെ ബെറ്റർ ആകാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ആ കോമ്പറ്റീഷനിൽ പിന്തള്ളി ആ സിസ്റ്റം തരുന്ന എന്തെങ്കിലും ബ്രെഡ് ക്രംസിന് നമുക്കെങ്ങനെ അതിലോട്ട് ലാച്ച് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് നമുക്കെങ്ങനെ അക്വയർ ചെയ്യാം. പക്ഷേ ഈ സിസ്റ്റത്തിനെ മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഹൗ ക്യാൻ യു എഫക്റ്റീവ്ലി യൂസ് ദ പ്രസൻറ്റ് സിസ്റ്റം so that the system doesn't change but you get personal achievements. നമുക്ക് പേഴ്സണലി അച്ചീവ് ചെയ്ത് നമുക്ക് മിടുക്കന്മാരും മിടുക്കിമാരാകാം. പക്ഷെ അംബേദ്കർ ഡിഡ്ന്റ് തിങ്ക് അലോങ് ദിസ് ലൈൻസ്. അംബേദ്കർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമുക്കെങ്ങനെ ഈ വിദ്യാഭ്യാസം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കളക്ടിവൈസ് യൂസ് ചെയ്തിട്ട്, സ്കൂൾ സ്ഥാപിച്ചിട്ട്, കോളേജ് സ്ഥാപിച്ചിട്ട് എങ്ങനെ നമുക്ക് സിസ്റ്റത്തിനെ മാറ്റാം. ഇത് നിരന്തരമായിട്ട് അംബേദ്കറിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. അംബേദ്കറിൻ്റെ ഏത് വർക്ക് എടുത്ത് നോക്കിയാലും അംബേദ്കർ ഒരിക്കലും സിസ്റ്റത്തിനോട് സന്ധി ചേരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അംബേദ്കർ നിരന്തരമായിട്ട് സിസ്റ്റത്തിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ. അതിന് അംബേദ്കർ ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്യുന്ന ചരിത്രം എന്നുള്ള ആയുധത്തിനെയാണ്. ഇപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അന്ന് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സ്കൂളുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ വെർണാക്കുലർ സ്കൂളുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കാസ്റ്റ് എന്ന് പറയുന്നത് ചതുർവർണ്ണത്തിൽ നിന്ന് വന്നതാണ്. ഇത് പ്രൊഫഷൻ ബേസ്ഡ് ആയിരുന്ന ഒരു സമയത്ത്, എന്നിട്ട് ആ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം പിന്നീടുള്ള കാലഘട്ടത്തിൽ ജനനം ബേസ്ഡായി മാറി. ഇത് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അംബേദ്കർ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അംബേദ്കർ പറഞ്ഞു ഇങ്ങനെ അല്ലല്ലോ, നമുക്ക് ചരിത്രത്തിൽ നോക്കാം. ചരിത്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ അംബേദ്കർ ചരിത്രവും ആന്ത്രപ്പോളജിയും ഒക്കെ നോക്കുമ്പോൾ ഒരേ ജാതിയിലുള്ളവർ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കാർഷിക വൃത്തി ചെയ്യുന്ന പല ജാതികളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഒരേ ജോലി ചെയ്യുന്ന പല ജാതിയിലുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സിസ്റ്റങ്ങളും ഇന്ത്യയിൽ ആ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പുരാണങ്ങൾ നോക്കിയാലും നമ്മൾ വേദങ്ങൾ നോക്കിയാലും എല്ലാം ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അംബേദ്കർ ആദ്യം തന്നെ നിഷേധിക്കുകയാണ് ഈ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നില്ല. അല്ല, അംബേദ്കർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ പോരിന് പോകുന്നവർ ആണ് നിങ്ങൾ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭരണം ചെയ്യുന്നവരെയാണ് നിങ്ങൾ ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷത്രിയ സ്ത്രീ ഭരണം ചെയ്യുന്നില്ലല്ലോ. ഇൻ എൻ യൂഷ്വൽ കേസ്
അല്ലെങ്കിൽ ക്ഷത്രിയ സ്ത്രീ പോരിന് പോകുന്നില്ലല്ലോ. പക്ഷെ ക്ഷത്രിയ സ്ത്രീക്കും ക്ഷത്രിയ സ്റ്റാറ്റസ് ഉണ്ട്. ക്ഷത്രിയ സ്ത്രീയുടെയും കാസ്റ്റ് ക്ഷത്രിയ തന്നെയാണ്. ലാൻഡ്ലെസ് ആയിട്ടുള്ള പെസൻസ് ഉണ്ട്, ലാൻഡഡ് ആയിട്ടുള്ള പെസൻസ് ഉണ്ട്. ഇന്ത്യയുടെ പല റീജൻസിൽ തന്നെ പല പല കൈൻഡ്സ് ഓഫ് ജാതികളിലുള്ള കർഷകർ തന്നെയുണ്ട്. അപ്പം ഇവരെല്ലാം തന്നെ ഈ ചതുർവർണ്ണ സിസ്റ്റത്തിൽ ഫിറ്റ് ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാസ്റ്റിൻ്റെ ഒറിജിൻ സ്റ്റോറി എത്രത്തോളം കറക്റ്റാണ്? ഇതുപോലെ നമ്മൾ ചരിത്രത്തിൽ ഞാനിവിടെ നിന്ന് പറയുകയാണെങ്കിൽ എനിക്കിന്ന് 10-50 ക്വസ്റ്റ്യൻസ് അംബേദ്കർ മുന്നോട്ട് വെക്കേണ്ടി വരും. പക്ഷെ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്ന ജ്ഞാനം എന്ന് വിളിക്കപ്പെടുന്ന ആ സംഹിതകൾ ശരിക്കും ജ്ഞാനമാണോ എന്ന് തിരിച്ച് അംബേദ്കർ നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊരു സിസ്റ്റത്തിനെയും അത് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കാതെ നിരന്തരമായിട്ട് അതിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇഫ് യു ആർ സമ്മൺ ഹൂ ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ സിസ്റ്റം, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇന്ന ഫ്ലോസ് ഉണ്ട്, അതിൽ ഇന്നിക്വാലിറ്റി സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ വ്യവസ്ഥയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ ഓവർഹോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഒരു അംബേദ്കറൈറ്റ് ആയിട്ട് മാറും. അല്ല സിസ്റ്റത്തിനോട് അനുരൂപമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ I am very sorry to tell you this, even if you are a Dalit, you are not an Ambedkarite. എല്ലാ സിസ്റ്റത്തിനോടും ചേർന്ന് അങ്ങനെ തന്നെ അതിനെല്ലാം പുൽകി അതിൻ്റെ എംബ്രേസിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അംബേദ്കറൈറ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അംബേദ്കർ ആയിരുന്നെങ്കിൽ അംബേദ്കർ ചോദ്യം ചെയ്യാത്ത ഇന്ത്യൻ സിസ്റ്റംസ് വളരെ വളരെ വിരളമാണ്. സൊസൈറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യും, കൾച്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യും, ഇന്ത്യൻ റുപ്പിയെ പ്രോബ്ലമറ്റൈസ് ചെയ്യും, ബാങ്കിങ് സിസ്റ്റത്തിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യും, ലേബർ കോഡ്സിനെ റീറൈറ്റ് ചെയ്യാൻ നോക്കും. അംബേദ്കർ ടച്ച് ചെയ്യാത്ത മേഖലകൾ എനിക്കൊന്ന് മ്യൂസിക്കൊക്കെ ഉള്ളൂ മേ ബി അംബേദ്കർ ടച്ച് ചെയ്യാത്തൊരു മേഖല. അത് ബാക്കിയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അംബേദ്കറിൻ്റെ റൈറ്റിങ്സിൽ ഏകദേശം എനിക്ക് എൻ്റെ കയ്യിലുള്ള വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 7000 പേജോളം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അംബേദ്കറിൻ്റെ ഒരു പേജ് വായിച്ചിട്ടുള്ള എത്ര പേര് കാണും? ഒരു പേജ് ഒന്ന് രണ്ട് കൈകൾ പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു അംബേദ്കർ ജയന്തി എവറി അംബേദ്കർ ജയന്തി പോലെ ആകാതെ നിങ്ങൾ അംബേദ്കറിൻ്റെ ഒരു പേജ്, ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ആസ്ക്, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ ബാക്ക്ഗ്രൗണ്ട് യു കം ഫ്രം, ഒരു തീരുമാനം എടുക്കൂ. ഒരു പേജ് വായിച്ചാൽ ബാക്കിയുള്ള പേജുകൾ നിങ്ങൾ വായിച്ചു പോകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പേജെങ്കിലും വായിക്കണം. അൺപുട്ട് ഡൗൺ. നിങ്ങൾക്ക് സൊസൈറ്റിയെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളൊരു ഇന്ത്യനായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ഡീഫോൾട്ടായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അംബേദ്കറിൽ കാണാൻ പറ്റും. അംബേദ്കർ ഒരു രണ്ടാമത് ഈ പെർസിസ്റ്റൻറ്റ് ഐഡിയലിസം മാത്രമല്ല, ഒരു ടാസ്ക് കൊടുത്ത് അത് ചെയ്യുക, അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ചെയ്ത് തീർക്കുക. അത് അംബേദ്കറുടെ എഡ്യൂക്കേഷണൽ ഗോൾ ആണെങ്കിലും ശരി, അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അംബേദ്കറിൽ ഇത് നിരന്തരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.